ഹായ്, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസം പനിയൊക്കെ ആയിരുന്നു. പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തൊക്കെയായിരുന്നു. അങ്ങനെ ഒരു 13 ദിവസം ഇവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു. റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം ഹെൽത്ത് ഓക്കെയാണ്. ഇപ്പം ഇന്നോട്ട് യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങാൻ നിൽക്കുക. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടൊക്കെ കൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് മെയിൻ റോഡിലോട്ട് പോകണം. റോട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് വീട്. മെയിൻ റോഡ് എത്തിയിട്ട് അവിടെ നിന്ന് ഹൈവേ പിടിക്കണം. ഇവിടെ നിന്ന് ഒരു 8-8.5 കിലോമീറ്റർ ഉണ്ട് ഹൈവേയിലേക്ക്. ഹൈവേ പിടിച്ച് ഹൈവേന്ന് പിന്നെ കൊട്ടാരക്കര, അടൂർ, ചങ്ങനാശ്ശേരി, അങ്ങനെ ആലപ്പുഴയ്ക്ക് പോകാനാണ് ഇപ്പം സെറ്റ് വെച്ചേക്കുന്നത്. അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നിപ്പം എവിടെ എത്തുമെന്ന് അറിയത്തില്ല. എന്തായാലും ഹൈവേ എത്തിയിട്ട് കാണാം. ഓക്കെ. ഞാൻ വിചാരിച്ചത് ഹൈവേ കയറാമെന്ന്, പക്ഷേ ഹൈവേ കയറിയില്ല. ഹൈവേ കയറാണ്ട് ചെറിയൊരു എന്താ പറയുക, ഷോർട്ട് കട്ട് പിടിച്ചതാണ്. ഷോർട്ട് കട്ട് പിടിച്ചിട്ട് ഹൈവേ കയറാണ്ട് വന്നതാണ്. അങ്ങനെ അഞ്ചലിൽ നിന്ന് തടിക്കാട് വഴി വാളകം കയറാമെന്ന് വിചാരിച്ചാൽ. അങ്ങനെ തടിക്കാട് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവിടെ ഒരു അമ്പലം, ഒരു മലമേൽ, മലയുടെ മുകളിൽ പാറയുടെ മുകളിൽ അമ്പലം. അങ്ങനെ അവിടെ റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. കാണിച്ചില്ല, അതുകൊണ്ട് ആ കാണുന്നതാണ് മല. അയ്യോ, അതാണ് പാറയിലോട്ട് കയറി വരുന്ന വഴി. ഈ അമ്പലം എന്ത് അമ്പലത്തിൽ കയറുന്ന ചെരുപ്പൊക്കെ വരുന്നു. അയ്യ, അതുകൊണ്ട് അമ്പലത്തിൽ കയറുന്നില്ല. ഇങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. എന്താണെന്ന് അറിയില്ല, പോയേക്കട്ടെ. അടച്ചിട്ടേക്കാണോ? കയറാൻ പറ്റത്തില്ലേ? തെന്നിടിച്ച് വീടല്ലേ? കൊള്ളാം, നല്ല വ്യൂ ഉള്ള സ്ഥലം. തുറക്കാൻ പറ്റത്തില്ല, എനിക്കൊന്ന് അടച്ചിട്ടേക്കുമെന്നു. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്, അപ്പം അടച്ചിട്ടേക്കോ. മഴ ആയതുകൊണ്ടായിരിക്കും. ഇപ്പം എന്തായാലും തിരിച്ചു തീർച്ചയായിട്ടും വെറുതെ കയറിപ്പോയി. അവിടെ ക്ലോസ്ഡിലാണ്, മഴയൊക്കെ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ ഉണ്ട്, എന്നാലും പെട്ടെന്ന് ഹൈവേ അടിക്കണം. ഹൈവേ കൊട്ടാരക്കര, അടൂർ, ചങ്ങനാശ്ശേരി, ആലപ്പുഴ. ഇന്നിപ്പോൾ എന്തായാലും കൊട്ടാരക്കര കഴിഞ്ഞ് ചിലപ്പം അടൂർ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിരിക്കും. എന്നാലും പെട്ടെന്ന് ഹൈവേ പിടിക്കാൻ പോവാം. ഓക്കെ, അങ്ങനെ ഹൈവേ എത്തി. ഇവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്ക് 8 കിലോമീറ്റർ ഉണ്ട്. അതിന് കുറച്ച് റെസ്റ്റ് എടുക്കണം, ഫുഡ് കഴിക്കണം. വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആ സമയത്ത് ഞാൻ കൊട്ടാരക്കര എത്തി. അവിടെ നിന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനെ കണ്ടു, അവനോട് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഒരു 4-5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങി
ഇവിടെ ഏനാത്ത് ഒരു 8 കിലോമീറ്റർ നടന്ന് ഏനാത്തുള്ള സ്ഥലമുണ്ട്. അപ്പം അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല ഇരുട്ടായി. ഇപ്പം സമയം ഒരു 8 മണിയൊക്കെ. അങ്ങനെ ഇവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ ചോദിച്ചപ്പം അത് 24 hour അല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ ഒരു ഓഫീസുണ്ട് ഇവിടെ, പുള്ളിക്കാരൻ്റെ ഓഫീസിലാണ് ഞാനത്തുള്ളത്, CK വെഡിങ്സ്. അപ്പം അവിടെ സ്റ്റേ ചെയ്തോ കുഴപ്പമില്ല, രാവിലെ താക്കോൽ വെച്ചിട്ട് പോയാലെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ താക്കോൽ ചെയ്തിട്ട് പുള്ളിക്കാരൻ പോയി. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും നമ്മൾ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. പുള്ളി എനിക്ക് ഫുഡൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങിയിട്ട് അടൂര് ചങ്ങനാശ്ശേരിയെങ്കിലും ചങ്ങനാശ്ശേരി കഴിഞ്ഞ് കുറച്ചൊക്കെ പിടിക്കാൻ നോക്കണം. അങ്ങനെ നാളെ രാവിലെ നേരത്തെ ഇറങ്ങണം. ഇന്നലെ നൈറ്റ് കൊട്ടാരക്കരയ്ക്ക് അടുത്തായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി ഒരു 9 കിലോമീറ്ററിലായിരുന്നു അടൂരിലെത്തി. ഞാനിപ്പോൾ അടൂരെത്തി. അടൂർ ഗാന്ധി പാർക്കിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇനിയിപ്പം ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇത് ഈ വ്യൂ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു. വരച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴും കണക്കാണ്. ഞാനാകെ കുറച്ച് നടന്നുള്ളൂ, ഒരു 8-9 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. ഞാനിപ്പം ഒരു 10-11 നടന്നിട്ട് എവിടെയെങ്കിലും സ്റ്റേ അടിക്കാം. അടുത്തൊരു പമ്പ് ഇനിയൊരു 10 കിലോമീറ്റർ വേണ്ടേ ഉള്ളൂ. അപ്പം എന്തായാലും ഇനി 10 കിലോമീറ്റർ നടക്കാൻ പറ്റത്തില്ല. അപ്പം എവിടെയെങ്കിലും സ്റ്റേ അടിക്കാൻ പറ്റുമെങ്കിൽ സ്റ്റേ അടിക്കും. ഇന്നലെ രാത്രി ചെങ്ങന്നൂർ അടുത്തായിരുന്നു. ചെങ്ങന്നൂരിന് രാത്രി ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഉറങ്ങിയത്. പക്ഷെ ഉറക്കം അങ്ങനെ കുറച്ച് ശരിയായില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇറങ്ങി നടന്നു ഒരു 22 കിലോമീറ്റർ നടന്ന് ചങ്ങനാശ്ശേരി കഴിഞ്ഞപ്പം ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചു, പക്ഷേ ഉറക്കം ശരിയായിട്ടില്ല. അപ്പം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ നിന്ന് 36 കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴക്ക്. അപ്പം അതിനടുത്തൊരു കനാലുണ്ട്. ആ കനാലിൻ്റെ അടുത്താണ് ഇപ്പം സ്റ്റേ. ഇവിടെ ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ടൊരു 5-6 മണിയാകുമ്പം ആലപ്പുഴക്ക് വിടണം. പക്ഷെ ആലപ്പുഴ എത്തുമെന്ന് അറിയത്തില്ല. അതിനും ഒരു 10-15 കിലോമീറ്റർ കവർ ചെയ്യണം. കാശ്മീർ പോവാ, നടന്നു പോവാ. സമയം ഇപ്പം 9 മണി ആയിട്ടുണ്ട്. ഞാനെപ്പോഴും ആലപ്പുഴ എത്തിയിട്ടില്ല. ആലപ്പുഴ എത്തിയിട്ട് 14 കിലോമീറ്റർ ഉണ്ട്. ഞാനെപ്പോഴും കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിൽ കുറേ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. കുറേ നല്ല ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. കുറേ ഫുഡൊക്കെ മേടിച്ചു തന്നു. കുറേ കേക്ക്സും കുറേ സ്നാക്സൊക്കെ കഴിച്ച് ഞാൻ കഴിച്ചു. ആരും ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരുണ്ട്. ഇനിയിപ്പം ആലപ്പുഴ എത്തുമെന്ന് അറിയത്തില്ല. ഒരു 14 കിലോമീറ്റർ ഉണ്ട്. ഒരു നടക്കുകയാണ്.
എത്തിയപ്പോഴേക്ക് ഇനി ഒരു 9 കിലോമീറ്റർ ഉണ്ട്. 9 റോഡ് സൈഡിൽ തന്നെ ടെൻ്റ് അടിച്ചത് പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഇപ്പം മഴ തോന്നിട്ട് വീണ്ടും കടക്കിറങ്ങണം. ഇന്ന് രാവിലെ കുട്ടനാട്ടിലായിരുന്നു. കുട്ടനാട്ടിൽ നിന്ന് ഏകദേശം ഒരു 34 കിലോമീറ്റർ നടന്നിപ്പം ചേർത്തല അടുത്തെത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യണം. എൻ്റെ ഒരു ഫ്രണ്ട് അക്കുവിൻ്റെ വീട്ടിൽ. അപ്പം ഇന്നിവിടെ നിന്ന് ഇന്ന് നാളെ ഒരു 2 ദിവസം ഇവിടെ നിന്നിട്ട് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യുള്ളൂ. അപ്പം